ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് PSC ബുള്ളറ്റിൻ നവംബർ 1, നവംബർ 15 ദിവസങ്ങളിൽ വന്ന PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സുകളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത് നവംബർ 1, 2024 കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യം കൊടുത്തേക്കുന്നത് നമ്മൾ നോബൽ പ്രൈസ് ആണ്. ഓക്കെ, നോബൽ പ്രൈസ് എക്കണോമിക്സിന് കിട്ടിയ ആളുകളെയാണ് കൊടുത്തേക്കുന്നത്. ദാരോൺ അസമെഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്ക് എന്ത് കിട്ടി? നമ്മുടെ എക്കണോമിക്സിനുള്ള 2024 നോബൽ പ്രൈസ് കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്ത എന്താണ് നമ്മുടെ ഈ ഒരു ഇത് പഠിക്കാനായിട്ട് ഒരു ചെറിയൊരു എളുപ്പവഴി പറഞ്ഞുതരാം. എക്കണോമിക്സ്. ഓക്കെ, എക്കണോമിക്സിനുള്ള 2024 നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ്? നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ജോൺസൺ സമ്പത്ത് റോബറി ചെയ്തു. ഓക്കെ, സമ്പത്ത് റോബറി ചെയ്തു എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ജോൺസൺ സമ്പത്ത് റോബറി ചെയ്തു. അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ്? ഡാരോൺ അസമെഗ്ലു. ഓക്കെ, ജോൺസൺ എന്ന് പറഞ്ഞാൽ സൈമൺ ജോൺസൺ ആണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, റോബറി എന്ന് പറയുമ്പോൾ റോബിൻസൺ കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്സിനെ ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള സീസർ പുരസ്കാരം നൽകി ആദരിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ ഓസ്കാർ ജേതാവായിട്ടുള്ള അമേരിക്കൻ നടി ജൂലിയ റോബർട്സിന് എന്ത് കിട്ടി? ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമായിട്ടുള്ള സീസർ പുരസ്കാരം കിട്ടി. ഇനി ജലസംരക്ഷണത്തിൽ രാജ്യത്തിലെ മികച്ച പഞ്ചായത്തായിട്ട് ഏതിനെ തിരഞ്ഞെടുത്തു? പുല്ലമ്പാറ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുത്തു. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്ത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഇതാണ് നമ്മുടെ പുല്ല്. ഓക്കെ, ഇങ്ങനെ പുല്ല് കുറേ മുളച്ച് നിൽക്കണമെങ്കിൽ എന്താണ് അവിടെ ജലസാന്നിധ്യം വേണ്ടേ? അപ്പൊ ജലമുള്ള മണ്ണിലാണ് എന്ത് പിടിക്കുക? പുല്ല് പിടിക്കുക. അപ്പം ജലം സംരക്ഷിച്ചാലല്ലേ അത് കിട്ടൂ. അപ്പൊ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്ത് പുല്ലമ്പാറ ആണ്. ഓക്കെ, ഇനി കേരള സർവകലാശാലയെ അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. അപ്പൊ കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. പഠിച്ചു വെച്ചേക്കുക. അടുത്ത PG ദേശീയ പുരസ്കാരം ആർക്ക് കിട്ടി? റോമില താപ്പറിന് കിട്ടി. ആർക്കാണ്? റോമില താപ്പറിനാണ് കിട്ടിയത്. ഇനി മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരം ആർക്ക് കിട്ടി? നമ്മുടെ NK പ്രേമചന്ദ്രന് കിട്ടി. പഠിച്ചു വെച്ചേക്കുക. അതുപോലെ കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് ഈ മോചൻ ക്ലിനിക്കുകൾ. ഏതാണ്? കുട്ടികളെയും മുതിർന്നവരെയും. കുട്ടികളും ഉണ്ട്, പ്ലസ് ആരുണ്ട്? മുതിർന്നവരും ഉണ്ട് എങ്കിൽ അത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് എങ്കിൽ അത് ഏതാണ്? ഈ മോചനാണ്. ഓക്കെ, ഈ മോചനാണ്. എന്നാൽ നമ്മുടെ കേരള പോലീസ് കുട്ടികളെ ഈ പറയുന്ന മൊബൈൽ ലഹരിയിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ വേണ്ടി കേരള പോലീസ് കൊണ്ടുവന്നത് ഏതാണ്? DDAD കേട്ടോ. DDAD അതും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഫാക്ട്സ്. ഈ വർഷത്തെ കേളപ്പാജി പുരസ്കാരം ആർക്കാ കിട്ടിയത്? മാതൃഭൂമിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള PV ചന്ദ്രന് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഡാന ചുഴലിക്കാറ്റ്. ഏതാണ്? ഡാന ചുഴലിക്കാറ്റ്. തമിഴ്നാട്ടിൽ നാശം വിതച്ചതാണെങ്കിൽ ഏതായിരുന്നു? അത് നമ്മുടെ ഫെയിഞ്ചൽ ചുഴലിക്കാറ്റ് അല്ലെ? ഫെയിഞ്ചൽ ചുഴലിക്കാറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഫെയിഞ്ചൽ ചുഴലിക്കാറ്റും ബംഗാൾ ഉൾക്കടലാണ്, തമിഴ്നാട്ടിലാണ് നാശം വിതച്ചത്. ഇനി ഒഡീഷ പശ്ചിമ ബംഗാൾ ആണെങ്കിൽ ഡാന ചുഴലിക്കാറ്റാണ് കേട്ടോ. ഇനി ഹരിയാനയുടെ മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട്. ആരാണ് ഹരിയാനയുടെ മുഖ്യമന്ത്രി? നയാബ് സിംഗ് സൈനിയാണ്. അത് നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെച്ചേക്കുക. ഇതാണ് നമ്മുടെ ആന. ഓക്കെ, ആനേനെയൊക്കെ വരച്ചു വെച്ചേക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആന. ഓക്കെ, നമ്മുടെ ആനയാണ്. അപ്പം ആന ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ആനയെ നമ്മൾ പണ്ട് കാലത്ത് ആനേനെ ഇവിടെ യൂസ് ചെയ്യുന്നു? സൈന്യത്തിൽ യൂസ് ചെയ്യുമായിരുന്നു അല്ലേ? ആനയെ പണ്ട് കാലത്ത് സൈന്യത്തിൽ യൂസ് ചെയ്യുമായിരുന്നു എന്ന് ഓർത്താൽ മതി. ആനേനെ പണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നു? സൈന്യത്തിൽ അല്ലെ? സൈന്യത്തിൽ യൂസ് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ ഓർക്കുക, ആനയെ ആന. ഓക്കെ, അപ്പം ഹരിയാന. ഓക്കെ, ഹരിയാന. അപ്പൊ ആന എവിടെ യൂസ് ചെയ്യുന്നു? സൈന്യത്തിൽ. സൈനി. ഓക്കെ, സൈനി കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഏതാണ്? ഹരിയാന സൈനി. ഓക്കെ, നയാബ് സിംഗ് സൈനി. ഈ നമ്മുടെ ജമ്മു കാശ്മീരിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ള. ആരാണ്? ഒമർ അബ്ദുള്ളയാണ്. ഓക്കെ, ഇനി നമ്മുടെ
സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ 51ാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന. ആരാണ്? സഞ്ജീവ് ഖന്ന. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു സഞ്ജീവ് ഖന്ന നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. സഞ്ജയ് മൽഹോത്ര ആരാണ്? ആർ ബി ഐയുടെ ഗവർണറാണ്. 26ാമത്തെ അല്ലെ. അടുത്ത നമ്മൾ പഠിച്ചത് സഞ്ജയ് മൂർത്തി ആരാണ്? ഇന്ത്യയുടെ CAG ആണ്. ഇത് നമ്മൾ പഠിച്ചിരുന്നു. ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. സഞ്ജയ് ഖന്ന എന്ന് പറയുമ്പോൾ കനത്തിലുള്ള വാക്കുകൾ പറയുന്ന ഒരാള്. അതാരാണ്? നമ്മുടെ സുപ്രീം കോടതി പറയുന്നില്ലേ കനത്തിലുള്ള വാക്കുകൾ, അങ്ങനെ ഓർഡറുകൾ, അത് ഓർത്താൽ മതി. ഇനി സഞ്ജയ് മൽഹോത്ര മല ഓർത്താൽ മതി. നമ്മുടെ പൈസയൊക്കെ ഇങ്ങനെ അട്ടിയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലുമുള്ള പൈസയ്ക്കും അവിടെ സ്വർണ്ണ നാണയവും സ്വർണ്ണ കോയിൻസും അതിന് തുല്യമായിട്ടുള്ള നിക്ഷേപം നമ്മുടെ RBI സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, മല പോലെ ഇരിക്കുകയാണെന്ന് ഓർത്താൽ മതി. അപ്പൊ മൽഹോത്ര. ഓക്കെ, RBIയുടേത് മൽഹോത്ര. ഇനി സഞ്ജയ് മൂർത്തി എന്ന് പറയുമ്പോൾ 3 എന്ന് നമുക്ക് കണക്ട് ആകത്തില്ലേ? 3 ലെറ്റർ CAG. ഓക്കെ, CAG മൂർത്തി. ഓക്കെ, സെറ്റല്ലേ? അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്ത നമ്മുടെ ഇന്ത്യയുടെ മാലദ്വീപ് സ്ഥാനപതി ആരാണ്? ഐശാന്ത അസീമ. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷരാണ് വിജയ് കിഷോർ രഹത്കർ. ആരാണ്? വിജയ് കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഈ തീരരക്ഷാസേന മേധാവി ആരാണ്? പരമേശ് ശിവമണി. ആരാണ്? പരമേശ് ശിവമണിയാണ് തീരരക്ഷാസേന മേധാവി. വിയറ്റ്നാമിന്റെ പ്രസിഡന്റ് ആരാണ്? ലുവോങ് കുവോങ്. ആരാണ്? ലുവോങ് കുവോങ്. വികസ്വര രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സിന്റെ 16ാമത്തെ ഉച്ചകോടി എവിടെ നടന്നത്? റഷ്യയിലെ കസാനിലാണ് നടന്നത്. പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായിട്ട് തെരഞ്ഞെടുത്തു. അതും ഓർത്തു വെച്ചേക്കാം. മഹാദേവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സംസ്ഥാനത്തിലെ ആദ്യ ഭരണഘടനാ സാക്ഷരത ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ സംസ്ഥാനത്തെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ്, സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്, വീണ്ടും പഞ്ചായത്ത് തന്നെയാണ് നാക്കുളുക്കുന്നതാണ്, വേറെ വലിയ കാര്യമൊന്നും ആക്കണ്ട. അപ്പം സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ഏതാണ്? ക്യാമ്പസ് നമ്മുടെ മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ്. അപ്പം നമ്മുടെ നിയമസാക്ഷരതാ പഞ്ചായത്ത് ഏതായിരുന്നു? അത് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ചോദിച്ചേക്കാം. നിയമസാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? ഒല്ലുക്കരയാണ് കേട്ടോ, ഒല്ലുക്കരയാണ്. അത് ഓർത്ത് വെച്ചേക്കാം. ഇനി ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിനെ നിയമിച്ചു. ഓക്കെ, ഇനി ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം ആർക്കാ കിട്ടിയത്? സന്ധ്യ ജയേഷ് പുളിമാത്തന്റെ ദയാവധം എന്ന് പറയുന്ന നോവലിനാണ് കിട്ടിയത്. നിങ്ങളോടത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചില സമയത്ത് നാക്കിൽ വികട സരസ്വതി വന്ന് അമ്മാനമാടും. അപ്പം അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇത് എനിക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടിട്ടാൽ ഞാൻ ഈ തെറ്റിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പോലും പറ്റില്ല. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ലളിതാംബിക അന്തർജന അവാർഡ് അല്ലെ, ലളിതാംബിക അന്തർജന സാഹിത്യ പുരസ്കാരം ആർക്കാ കിട്ടിയത്? സന്ധ്യ ജയേഷ്. ഓക്കെ, സന്ധ്യ ജയേഷ് പുളിമാത്തനാണ് കിട്ടിയത് അല്ലെ, പുളിമാത്തൻ. ഓക്കെ, ഇവരുടെ ഏത് നോവലിനാ കിട്ടിയത്? ദയാവധം. ഓക്കെ, ദയാവധം എന്ന് പറയുന്ന നോവലിനാണ് കിട്ടിയത്. അപ്പൊ ഈ ദയാവധത്തിന്റെ മറ്റൊരു വേർഡാണ് യൂത്തനേഷ്യ കേട്ടോ. യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ ദയാവധമാണ്. യൂത്തനേഷ്യയുടെ അർത്ഥം ദയാവധം എന്നാണ്. എന്നാൽ ദയാവധം എന്ന് പറഞ്ഞ നോവൽ എഴുതിയതാരാണ്? സന്ധ്യ ജയേഷ് പുളിമാത്തനാണെങ്കിൽ യൂത്തനേഷ്യ എന്ന് പറയുന്ന നോവൽ എഴുതിയതാരാണ്? ബെന്യാമിനാണ് കേട്ടോ, ബെന്യാമിനാണ്. ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഫാക്ട്സ്. അടുത്ത നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് പ്രണബ് ജ്യോതിനാഥിനെ നിയമിച്ചു. പുള്ളിക്കാരൻ ഇപ്പം പോയി. ഇപ്പം പുള്ളിക്കാരനല്ല, ഇപ്പം ആരാണ് നമ്മുടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ? വേഗം കമന്റ് ചെയ്യാൻ അറിയാവുന്നവര്. ആരാണ് നമ്മുടെ കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസർ? ആരാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ? വേഗം കമന്റ് ചെയ്തോ. ഇപ്പം ഞാൻ എഴുതാം. ആരാണ്? രത്തൻ കേൽക്കർ. ആരാണ്? രത്തൻ കേൽക്കർ ആണ് കേട്ടോ, പഠിച്ചു വെച്ചേക്കാം. പ്രണബ് ജ്യോതിനാഥ് മാറിയിട്ടുണ്ട്. രത്തൻ കേൽക്കർ ആണ് ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഓക്കെ,
ഇനി നമ്മുടെ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലൻഡിനാണ് കിട്ടിയത്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയതാരാണ്? ന്യൂസിലൻഡാണ്. ആരെയാണ് തോൽപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കനെയാണ് തോൽപ്പിച്ചത്. ഓക്കെ, ഇനി ഇന്ത്യ വനിതാ ക്രിക്കറ്റ് നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം കിട്ടി. അപ്പൊ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം കിട്ടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ ആരാണ്? നീതു ഡേവിഡ്. ആരാണ്? നീതു ഡേവിഡ് ആണ്. അടുത്ത നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായിട്ട് ആര് മാറി? വിരാട് കോഹ്ലി മാറി. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് ഇതിനു മുമ്പ് ഈ ഒരു റെക്കോർഡ് എത്തിച്ചത്. ഇനി സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം ആര് നേടി? ഇന്ത്യ നേടി. ഇന്ത്യ നേടിയെടുത്തുകൊണ്ട് അറിഞ്ഞു വെച്ചേക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നതിന്റെ റെക്കോർഡ് ആരാണ്? ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സുനിൽ ഛേത്രി സ്വന്തമാക്കി. സുനിൽ ഛേത്രി റീസെന്റ് വിരമിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് അറിഞ്ഞു വെച്ചേക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ആരാണ്? സുനിൽ ഛേത്രിയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായിട്ട് മാറിയത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 27,000 റൺസ്. ഓക്കെ, ഇനി സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രേ ഇനിയേസ്റ്റ വിരമിച്ചു. ഓക്കെ, അപ്പൊ സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രേ ഇനിയേറ്റ വിരമിച്ചു. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. 2026 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. അപ്പൊ 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി USA, കാനഡ, മെക്സിക്കോ ആണ്. ഓക്കെ, ഇനി നമ്മുടെ 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോറിനെ കുറിച്ച് സിംബാബ്വെ. ഏറ്റവും ഉയർന്ന സ്കോർ സിംബാബ്വെ അല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പഠിച്ചായിരുന്നു. അത് ഏതാണെന്ന് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ ഡിസംബർ 2024 മന്ത്ലി കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിന്റെ പഠിച്ചാണ്. അതിൽ ഇതിന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ ഉത്തരം? അത് നിങ്ങൾ ഇന്നത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള ഫാക്റ്റ് ആണ്, ഇത് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട. അടുത്ത, പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല. ഏത് രാജ്യക്കാരനാണ്? സ്പെയിൻകാരനാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തി കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസിന്റെ രാജ്യം ഏതാണ്? സ്പെയിൻ ആണ്, ഇറ്റലി അല്ല. 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന ഷുജിൻഷാൻ അറ്റ്ലസ് എന്ന വാൽ നക്ഷത്രം കഴിഞ്ഞ ആഴ്ചയിൽ ആകാശത്ത് ദൃശ്യമായി. 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന ചുഷിൻഷാൻ അറ്റ്ലസ് എന്ന വാൽ നക്ഷത്രം കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായി. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് നവംബറിലാണ് കേട്ടോ. അപ്പൊ 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന വാൽ നക്ഷത്രത്തിന്റെ പേരെന്താണ്? ചുഷിൻഷാൻ അറ്റ്ലസ്. ഓക്കെ, ഷുഷിൻഷാൻ അറ്റ്ലസ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് മുള വെച്ചൊക്കെ നാക്ക് പിടിക്കേണ്ടി വരും. ഓക്കെ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിന്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി എന്നതാണ് അടുത്ത ന്യൂസ്. ഇനി സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായിട്ടുള്ള ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. പാബ്ലോ നെരൂദ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പാബ്ലോ നെരൂദേനെ പ്രധാന കഥാപാത്രമാക്കിയ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിന്റെ സൃഷ്ടാവ് അന്റോണിയോ സ്കാർമെത്ത അന്തരിച്ചു. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. പാബ്ലോ നെരൂദയെ കഥാപാത്രമാക്കി രചിച്ച നോവൽ ഇൽ പോസ്റ്റിനോ ആണ്. ആരാണ് രചിച്ചത്? അന്റോണിയോ സ്കാർമെത്തയാണ്. അന്തരിച്ചു, പഠിച്ചു വെച്ചേക്കാം. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായിട്ടുള്ള ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. ഓക്കെ, അമേരിക്കൻ ഗായകൻ ജാക്ക് ജോൺസ് അന്തരിച്ചു. അപ്പൊ ഇത്രയും പേരെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത നമുക്ക് നവംബർ 15 നോക്കാം. അടുത്ത നമ്മുടെ നവംബർ 15 കറണ്ട് അഫയേഴ്സ് ആണ്, PSC ബുള്ളറ്റിൻ ആണ് നമ്മൾ നോക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം കിട്ടി. അപ്പൊ എന്താണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് കിട്ടി? UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം കിട്ടി. ഇന്ത്യയിൽ നിന്ന് ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. അറിഞ്ഞു വെച്ചേക്കുക, ഷാങ്ഹായ് പുരസ്കാരം തിരുവനന്തപുരത്തിന്. ഓക്കെ, ഇനി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് കിട്ടി? NS മാധവന് കിട്ടി. NS മാധവന് കിട്ടി. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പൊ ഇദ്ദേഹത്തിന്റെ തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം കിട്ടിയത് കേട്ടോ. തിരുത്ത് എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? NS മാധവന്റെയാണ്. അപ്പൊ നമ്മളിപ്പം പഠിച്ച എന്താണ്? എഴുത്തച്ഛൻ പുരസ്കാരം. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം 2024 ആർക്ക് കിട്ടി? NS മാധവന് കിട്ടി. ഓക്കെ, NS മാധവന് കിട്ടി. കൃതി ഏതാണ്? തിരുത്ത്. ഏതാണ് കൃതി? തിരുത്താണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
നമ്മുടെ ഇത് ഓർഡറിൽ നമുക്ക് നോക്കാം. 2021 തൊട്ട് 24 വരെയുള്ളത് ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചേക്കുക. അതിനുള്ള ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. എഴുന്നേൽക്കു വത്സ. ഓക്കെ, എഴുന്നേൽക്കു വത്സ, സേതു, വന്നു മാധവൻ. ഓക്കെ, വന്നു മാധവൻ ഓർത്ത് വെച്ചേക്കുക. ഇതാണ് നമ്മുടെ കോഡ്. അപ്പം എഴുന്നേൽക്കു എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരമാണ്. പി വത്സലയാണ്. വത്സ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് 2021 പി വത്സല, 2022 സേതു, 2023 വസന്തൻ. ഓക്കെ, 2023 വസന്തൻ, 2024 NS മാധവൻ. ഓക്കെ, ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, റീസെന്റ് അന്തരിച്ച കവിയാണ് ആരെന്ന് പറയുന്നത് പി വത്സല എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മുടെ 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് ആര് മാറി? സഞ്ജു വി സാംസൺ. കേട്ടോ, തുടർച്ചയായിട്ട് 2 സെഞ്ചുറി ആണെങ്കിൽ ആരാണ്? തുടർച്ച എന്നൊരു വാക്കുണ്ട് കേട്ടോ. തുടർച്ചയായി 2 സെഞ്ചുറി ആണെങ്കിൽ നമ്മുടെ സഞ്ജു സാംസൺ ആണ്. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ആർക്കാണ് കിട്ടിയത്? സാമന്ത ഹാർവിക്കാണ് ബുക്കർ സമ്മാനം കിട്ടിയത്. ഓർബിറ്റൽ എന്ന് പറയുന്ന നോവലിനാണ് കിട്ടിയത്. ആർക്കാണ് ബുക്കർ സമ്മാനം? ഓക്കെ, ബുക്കർ സമ്മാനം കിട്ടിയത് 2024 ബുക്കർ സമ്മാനം ആർക്കാണ്? സാമന്ത. നമ്മുടെ നടി സാമന്തനെ ഓർത്താൽ മതി കേട്ടോ. സാമന്ത ഹാർവിക്കാണ് കിട്ടിയത്. കൃതി ഏതാണ്? ഓർബിറ്റൽ ആണ്. ഓക്കെ, ഓർബിറ്റൽ ആണ്. ഓക്കെ, ഈ ഒരു കൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ചെറിയ രണ്ടാമത്തെ ബുക്കാണ് കേട്ടോ. ബുക്കർ സമ്മാനം നേടുന്ന ഏറ്റവും ചെറിയ രണ്ടാമത്തെ ബുക്കാണ് ഏതെന്ന് പറയുന്നത് സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന് പറയുന്ന ആ ഒരു നോവൽ. ഓക്കെ, ഇനി നമ്മുടെ 29ാം UN കാലാവസ്ഥാ ഉച്ചകോടി, അതായത് കോപ്പ് 29 വേദി എവിടെയാണ്? അസർബൈജാനിലെ ബക്കു ആണ്. അസർബൈജാൻ ബക്കു ആണ് COP 29 അല്ലെങ്കിൽ 29ാം UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യനായി. അത്ലറ്റിക്സിൽ മലപ്പുറത്തിന് കിരീടം. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS അത്ലറ്റിക്സ് ചാമ്പ്യൻ സ്കൂളായിട്ട് മാറി. അപ്പം എന്താണ് നമ്മൾ ഇപ്പം പഠിച്ചത്? സംസ്ഥാന സ്കൂൾ കായികോത്സവം അല്ലെ? സംസ്ഥാന സ്കൂൾ കായികോത്സവം. അപ്പം ഇതിന്റെ വേദി എവിടെയായിരുന്നു? വേദി എറണാകുളമായിരുന്നു കേട്ടോ. എറണാകുളമാണ്, പഠിച്ചു വെച്ചേക്കുക. വേദി എറണാകുളമാണ്. ഇതിന്റെ ഭാഗ്യചിഹ്നം തക്കുടു. ഏതാണ്? തക്കുടു അണ്ണാനാണ് ഭാഗ്യചിഹ്നം. ആരാണ് വിജയിച്ച ഓവറോൾ കിരീടം നേടിയത്? തിരുവനന്തപുരമാണ്. അത്ലറ്റിക്സിലാണെങ്കിൽ മലപ്പുറമാണ്. ഓക്കെ, ഇത്രയൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. നെക്സ്റ്റ് നമ്മുടെ ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം നേടിയത് ഫ്ലാഗ് ഓഫ് മാൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഫ്ലാഗ് അല്ല, ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ESD ബിജു. അപ്പൊ ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ആരാണ്? SD ബൈജു. ആരാണ്? SD ബൈജു ആണ് ആരെന്ന് പറയുന്നത്? ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇദ്ദേഹത്തിന് എന്ത് കിട്ടി? ഈ വർഷത്തെ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം കിട്ടി. തപസ്യ കലാസാഹിത്യ വേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ള ആർക്ക് കിട്ടി? MG ശശിഭൂഷണ് കിട്ടി. ഓക്കെ, MG ശശിഭൂഷൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, അറിഞ്ഞു വെച്ചേക്കാം. MG ശശിഭൂഷൺ ആരാണ്? മാർത്താണ്ഡവർമ്മ ചരിത്രവും പുനർവായനയും കേട്ടോ. ചരിത്രവും പുനർവായനയും എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? MG ശശിഭൂഷണാണ്. മാർത്താണ്ഡവർമ്മയെ പറ്റി എഴുതിയതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചരിത്രകാരനാണ് കേട്ടോ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ട്രിപ്പിൾ ജമ്പ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കറായി. അപ്പൊ ജിമ്മി ജോർജ് പുരസ്കാരം ആർക്ക് കിട്ടി? ട്രിപ്പിൾ ജമ്പ് താരമായിട്ടുള്ള അബ്ദുള്ള അബൂബക്കറിന് കിട്ടി. നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി കായിക താരമാണ് ആര്? അബ്ദുള്ള അബൂബക്കർ. 7 പേര് പങ്കെടുത്തിരുന്നു. 7ൽ ഒരാൾ ആരാണ്? അബ്ദുള്ള അബൂബക്കർ ആണ്. അടുത്ത സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ടേക്ക് ഡി പുരസ്കാരം ആർക്ക് കിട്ടി? മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസിനും ലഭിച്ചു. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് ആയിട്ട് ഏതിനെ തെരഞ്ഞെടുത്തു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തെരഞ്ഞെടുത്തു. SBI ആണ് ഏറ്റവും മികച്ച ബാങ്ക്.
തായ്ലൻഡ് വിദേശകാര്യമന്ത്രി മാരിസ് സംഗിയോപോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. അപ്പം തായ്ലൻഡിന്റെ വിദേശകാര്യമന്ത്രി ആരാണ് മാരിസ് സംഗിയോപോങ്സ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെത്തി, അതുകൊണ്ട് അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് വരും. ഓക്കെ, 78 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡന്റ് ആകുന്ന പ്രായം കൂടിയ ആളാണ് കേട്ടോ. US പ്രസിഡന്റ് ആകുന്ന പ്രായം കൂടിയ ആളാണ് ഡൊണാൾഡ് ട്രംപ്. 130 വർഷത്തിന് ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് ആര്? ഡൊണാൾഡ് ട്രംപ്. അപ്പം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസ് ആണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ്. ഓക്കെ, JD വാൻസ് ആണ് വൈസ് പ്രസിഡന്റ്. ഇത്ര അറിഞ്ഞു വെച്ചേക്കാം. അതുപോലെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? 2024 നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെയാണ്. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹത്തെ കണ്ടെത്തി. എന്താണ് അതിന്റെ പേര്? TOI 6651. ഇതിന് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേര് നൽകി കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ് കണ്ടെത്തിയത്, പേര് നൽകിയതല്ല, അത് വേറെ ആയിരുന്നു. അപ്പൊ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തി, എന്റെ പേരെന്താണ്? TOI 6651. ഇനി കുഴിബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഡ്രോൺ വികസിപ്പിച്ച് നമ്മുടെ കേരള ഡിജിറ്റൽ സർവകലാശാല ഒരു ഡ്രോൺ വികസിപ്പിച്ചു. എന്തിനാണ്? കുഴിബോംബ് കണ്ടുപിടിക്കാൻ. അതിന്റെ പേരാണ് ഏകലവ്യ കേട്ടോ. എന്താണ്? ഏകലവ്യ. ചൈനീസ് കമ്പനിയായ റോബർട്ടിറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള റോബോട്ട് ഏതാണ്? സ്റ്റാർ 1. ചൈനയാണ് തയ്യാറാക്കിയത്. ചൈനീസ് കമ്പനിയായിട്ടുള്ള റോബർട്ട് ഇറയാണ് തയ്യാറാക്കിയത്. സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷന്റെ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് ആണ് ഈ ഒരു പ്രഭവ കേന്ദ്രം കണ്ടെത്തിയത്. ഇനി നമ്മുടെ പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ്. ആരാണ്? രാജേഷ് കുമാർ സിംഗ്. അപ്പം ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി. ഓക്കെ, ആരാണ്? രാജേഷ് കുമാർ സിംഗ്. ഓക്കെ, രാജേഷ് കുമാർ സിംഗ് ആണ്. അപ്പൊ നമ്മുടെ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് കേട്ടോ. രാജ്നാഥ് സിംഗ്. മറന്നു പോരുത്, തിരിഞ്ഞു പോരുത്, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മുടെ പൊതു നന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. അതും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇനി കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചായിരുന്നു. കേരള ജ്യോതി പുരസ്കാരം ആർക്കാ കിട്ടിയത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് MK സാനുവിനാണ് കേട്ടോ. MK സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത്. കേരള പ്രഭാ പുരസ്കാരം ആർക്കൊക്കെയാണ്? നമ്മുടെ സോമനാഥിനും ജൈവ കർഷകയായിട്ടുള്ള ഭുവനേശ്വരിക്കുമാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ കലാമണ്ഡലം വിമല മേനോൻ, TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ് എന്നിവർക്ക് കേരള ശ്രീ പുരസ്കാരമാണ് കിട്ടിയത്. ഇതിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, അപ്പൊ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. അടുത്ത നമ്മുടെ ബാലൻഡിയോർ പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കാണ്? മികച്ച പുരുഷ താരമായിട്ട് ബാലൻഡിയോർ പുരസ്കാരം 2024 മികച്ച പുരുഷ താരമായിട്ട് തെരഞ്ഞെടുത്തത് റോഡ്രിനെയാണ്. ആരെയാണ്? റോഡ്രി. സ്പെയിൻ മാഞ്ചസ്റ്റർ സിറ്റി താരമാണ് റോഡ്രി. മികച്ച വനിതാ താരം ആരാണ്? ഐറ്റാന ബോൺമാറ്റിയാണ്. വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, റിപ്പീറ്റ് ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഐറ്റാന ബോൺമാറ്റി. അപ്പൊ മികച്ച വനിതാ താരം ആരാണ്? ഐറ്റാന ബോൺമാറ്റി. ബാർസലോണയുടെ താരമാണ്, സ്പെയിൻകാരിയാണ്. ഓക്കെ, ഇനി നമ്മുടെ മികച്ച പരിശീലകൻ ആരാണ്? കാർലോ അൻസലോട്ടി. മികച്ച പരിശീലക എമ്മ ഹെയ്സ്. അതുപോലെ മികച്ച യുവതാരം ലാമിൻ യമാൽ. ടോപ്പ് സ്കോറർ കിലിയൻ എംബാമ്പയും ഹാരി കെയ്നും. അതുപോലെ മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം കിട്ടിയത് ജെന്നിഫർ ഹെർമോസോ, സ്പെയിൻകാരിയാണ്. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്. മികച്ച വനിതാ ടീം ആരാണ്? ബാർസലോണയാണ്. ഇത് ഓർത്തു വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം.
മികച്ച പരിശീലകൻ നമ്മുടെ കാറിനകത്തിരുന്നിട്ട് ഭയങ്കര സ്റ്റൈലായിട്ടിരുന്നൊക്കെ പരിശീലിപ്പിക്കുന്ന ആളാണ്. നമുക്കറിയാം എന്താണ് കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ പിന്നെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങൂല, അവരൊരു അസിസ്റ്റന്റിനെ വെക്കും അല്ലേ, ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ട് അവരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, എന്താണ് ഈ കാറിനകത്തിരുന്ന് സ്റ്റൈലായിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരാൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നു. ഓക്കെ, അതാണ് നമ്മുടെ കാറിനകത്തിരിക്കുന്ന ആള്. അപ്പം എന്താണ് കാർലോ അൻസലോട്ടി പരിശീലകൻ, മികച്ച പരിശീലകനായതുകൊണ്ടാണ് അസിസ്റ്റന്റിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പം കാർലോ അൻസലോട്ടി അങ്ങനെ ഓർത്താൽ മതി. മികച്ച പരിശീലക, നമ്മുടെയൊക്കെ വീട്ടിലെ മികച്ച പരിശീലക ആരാണ് നമ്മുടെ വീട്ടിലെ മികച്ച പരിശീലക? നമ്മുടെ അമ്മമാരാണ് അല്ലേ, നമ്മുടെ അമ്മമാരാണ് മികച്ച പരിശീലകന്മാര്. അപ്പൊ അതും നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ, നമ്മളെയൊക്കെ ഇത്രയധികം വളർത്തിയെടുത്ത് ഇത്രയും പരിശീലനം തന്ന് വളർത്തിയത് ആരാണ്? നമ്മുടെ അമ്മമാരാണ്. അപ്പൊ അതും ഓർത്തു വെച്ചേക്കുക. അപ്പൊ എമ്മ ഹെയ്സ്. ഓക്കെ, ഇനി നമ്മുടെ മികച്ച യുവതാരം, യുവ എന്ന് പറയുമ്പോൾ യങ് എന്ന് പറയുന്ന വേർഡുമായിട്ട് കണക്ട് ചെയ്യുക. യങ് യമാല്. ഓക്കെ, യങ് യമാല്, വൈ വെച്ച് കണക്ട് ചെയ്തൂടെ. അടുത്ത ടോപ്പ് സ്കോറർ കിലിയൻ എംബാപ്പെ, ഹാരി കെയ്ൻ ആണ്. ഗോൾ കീപ്പർ ആരാണ്? എമിലിയാനോ മാർട്ടിനസ്. ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാം, ഈ ഒരു ഗോൾ അടിച്ച് കയറ്റുന്ന ഒരു സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ കുറെ നെറ്റാണിത്. ഇതിന്റെ ഫ്രണ്ടിൽ ഒരാളിങ്ങനെ നിൽക്കും അല്ലേ, ഒരാളിങ്ങനെ മാറാതെ നിൽക്കും. ഒരു ഗോള് വന്നാൽ മാറാതെ അതിനെ ഇടിച്ച് തടയാനായിട്ട് നിൽക്കുക. അപ്പം മാറാതെ നിൽക്കുന്ന ആളാണ് ഗോൾ കീപ്പർ. അപ്പം മാർട്ടിനസ്. ഓക്കെ, എമിലിയാനോ മാർട്ടിനസ്. ജെന്നിഫർ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് തന്നെ നമുക്ക് കാരുണ്യ പ്രവർത്തകയെ കിട്ടും. അപ്പം ഇത്രയും കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മുടെ സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി ജസ്റ്റിസ് കെ പുട്ടസ്വാമി അന്തരിച്ചു. അപ്പോൾ പുട്ടസ്വാമി അന്തരിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വകാര്യത മൗലികാവകാശമാക്കാൻ വേണ്ടി പോരാടി. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഫാക്റ്റ് ഉണ്ട്. നമ്മുടെ ആധാറിനെ ചോദ്യം ചെയ്ത ആധാറിൻ്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ കേസ് കൊടുത്ത ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പുട്ടസ്വാമി എന്ന് പറയുന്നത് അത് ഓർത്തു വെച്ചേക്കാം. അപ്പൊ നമ്മുടെ സ്വകാര്യത ഏത് ആർട്ടിക്കിളിനകത്താണ് ഉൾപ്പെടുന്നത്? സ്വകാര്യത ആർട്ടിക്കിൾ 21 ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ US പോപ്പ് സംഗീത ലോകത്ത് 7.5 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന ക്വിൻസി ജോൺസ് അന്തരിച്ചു. 28 ഗ്രാമി പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത അന്തരിച്ച പ്രധാനപ്പെട്ട വ്യക്തികളുടെ എല്ലാം നോക്കിക്കണം. ആർട്സ് ആൻഡ് കൾച്ചർ ആണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് നോക്കണം. ഓക്കെ, സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് രാം നാരായൺ അന്തരിച്ചു. അപ്പൊ അടുത്തിടെ അന്തരിച്ച രാം നാരായൺ ഏത് വാദ്യ ഉപകരണമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സാരംഗി. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുഴ കുമാരൻ അന്തരിച്ചു. പ്രമുഖ സിനിമാ നാടക നടൻ ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ. ഓക്കെ, TP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. അതുപോലെ വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ അന്തരിച്ചു. പ്രശസ്ത തമിഴ്, ഹിന്ദി, തെലുങ്ക് സിനിമാ നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു. മലയാളത്തിൽ 10 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT പത്മ അന്തരിച്ചു. ഇപ്പൊ ഈ ഒരു ന്യൂസ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കത്തില്ല, ചിലപ്പോൾ വരുന്നത് നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് എന്നായിരിക്കും വരുന്നത്. അപ്പം ആരാണ് നമ്മുടെ നിലവിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി? ആരാണ്? സജി ചെറിയാനാണ് ആരാണ്? സജി ചെറിയാനാണ്. ഓർത്തു വെച്ചേക്കുക, സജി ചെറിയാന്റെ വകുപ്പ് ഫിഷറീസ് മാത്രമാണോ? അല്ല. ഏതൊക്കെയാണ്? സാംസ്കാരിക വകുപ്പുണ്ട്, സിനിമ ഉണ്ട്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതിൻ്റെ ഉണ്ട്, അതുപോലെ ഫിഷറീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മളെങ്ങനെ ഓർത്തു വെക്കും? അമ്മ മീൻ മേടിക്കാനായിട്ട് സഞ്ചി കൊടുത്തു വിട്ടു, സഞ്ചിയും കുറച്ച് പൈസയായിട്ട് കൊടുത്തു വിട്ടു. അപ്പൊ പൈസ മേടിച്ചോണ്ട് എന്തിനാ പറഞ്ഞു വിട്ടേക്കുന്ന? ഫിഷ് മേടിക്കാനായിട്ടാണ് പറഞ്ഞു വിട്ടത്. പക്ഷെ പുള്ളിക്കാരെ യങ്ങാണ്. ഓക്കെ, യങ്ങാണ്, ചെറുപ്പക്കാരനാണ്. അപ്പൊ ചെറുപ്പക്കാരനൊക്കെ ഇങ്ങനെ മീനൊക്കെ മേടിക്കാൻ പോകുന്ന പറഞ്ഞാൽ സംസ്കാരമില്ലാത്തവനാണ്. ഓക്കെ, സംസ്കാരമില്ലാത്തവനാണ് എന്ന് കരുതൂന്ന് പറഞ്ഞ് ആ പൈസക്ക് മീൻ മേടിക്കാതെ എന്തിനു പോയി? സിനിമയ്ക്ക് പോയി എന്ന് ഓർത്താൽ മതി സിനിമയ്ക്ക് പോയി. അപ്പൊ എന്ത് കിട്ടും? ഫിഷറീസ്, യുവജനകാര്യം, സാംസ്കാരികം, അതുപോലെ നമ്മുടെ സിനിമ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആരാ കൈകാര്യം ചെയ്യുന്നത്? സജി ചെറിയാനാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ കിഗി ഹഗൻസൺ അന്തരിച്ചു. ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ ആദ്യ വ്യക്തി കിഗി ഹഗൻസൺ ആണ് അന്തരിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നവംബർ മാസത്തിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പം ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ
ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ വരുന്ന എല്ലാ ക്ലാസ്സുകളും നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.